ആണവ പദ്ധതിയുടെ പേരിൽ തുടങ്ങി ഹോർമൂസിൽ തട്ടി നിൽക്കുകയാണ് ഇറാൻ യുദ്ധം. വെടിനിർത്തൽ നീണ്ടുപോകുന്നു എന്ന ആശ്വാസത്തിലാണ് ലോകം. പക്ഷേ വെടിനിർത്തൽ കാലയളവിൽ നടക്കാറുള്ള സമാധാന ശ്രമങ്ങളല്ല നടക്കുന്നത് എന്നത് ഇപ്പോഴും ആശങ്ക ഉയർത്തുന്നു. അമേരിക്കയുടെ നിബന്ധനകൾക്ക് വഴങ്ങിയില്ല എങ്കിൽ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണികളെ ഇറാൻ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇത് വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ മോചിപ്പിക്കാൻ അമേരിക്ക പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹോർമൂസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പൽ ആക്രമിച്ചതായി ഇറാൻ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. വാർത്ത US നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും യുദ്ധക്കപ്പലിന് നേർക്ക് 2 മിസൈലുകൾ പ്രയോഗിച്ചതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇത് മേഖലയിൽ പുതിയ സംഘർഷ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കപ്പലുകൾ ഹോർമൂസ് കടത്തുന്ന നാവിക ദൗത്യം പ്രോജക്ട് ഫ്രീഡം ആരംഭിക്കുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അനുമതിയില്ലാതെ കപ്പലുകൾ ഹോർമൂസിൽ പ്രവേശിക്കരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് യുദ്ധക്കപ്പൽ ആക്രമിച്ചതായി വാർത്ത വരുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലായിരുന്നു ഇത്. തെക്കൻ കവാടം വഴി ഹോർമൂസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച US നാവികസേനയുടെ യുദ്ധക്കപ്പലിനെ താക്കീത് നൽകി മടക്കി അയച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും സംയുക്തമായി ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ അടച്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ ചൊല്ലിയാണ് ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ അടക്കം വഴിമുട്ടി നിൽക്കുന്നത്. ഇതിനിടയിൽ ഹോർമൂസ് നിർബന്ധപൂർവം തുറപ്പിക്കാൻ പലവിധ ശ്രമങ്ങളും US നടത്തിയിരുന്നു. ഒടുവിൽ ഇറാനെ സാമ്പത്തികമായും അല്ലാതെയും സമ്മർദ്ദത്തിലാക്കുന്നതിനായി ഏപ്രിൽ 13-ന് ശേഷം US-ഉം ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം ആരംഭിച്ചു. ഇതിനിടയിലാണ് ഇറാൻ ഉപരോധത്തിൽപ്പെട്ട് കടലിടുക്ക് കടക്കാൻ കഴിയാതെ പുറത്ത് കാത്തുകിടക്കുന്ന 100 കണക്കിന് കപ്പലുകളെ മോചിപ്പിക്കാൻ സ്വാതന്ത്ര്യ ദൗത്യം പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചത്. US നാവികസേനയുടെ സഹായത്തോടെ സൈനികപരമായി കപ്പലുകൾ ഹോർമൂസ് കടത്താനാണ് പ്രോജക്ട് ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യ ദൗത്യം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതും ഒരർത്ഥത്തിൽ സൈനിക നടപടിയായി വിലയിരുത്താം. യുദ്ധക്കപ്പലുകൾക്കും 100ഓളം യുദ്ധവിമാനങ്ങൾക്കും പുറമെ 15,000 സൈനികരും ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. ഇതാണ് US-ന്റെ ഈ നീക്കത്തെ ഇറാനും സൈനിക നടപടിയായി തന്നെ കാണുന്നത്. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമോ എന്ന ആശങ്കയും അന്താരാഷ്ട്ര വിദഗ്ധർക്കുണ്ട്. US-ന്റെ സ്വാതന്ത്ര്യ ദൗത്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടും കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഇറാൻ നടത്തിയ പ്രസ്താവനകൾ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ കപ്പലുകൾ ഹോർമൂസ് കടക്കാൻ ശ്രമിക്കരുത് എന്നും അത് അപകടമാണ് എന്നും ഇറാൻ ഹോർമൂസിന് പുറത്ത് കാത്തുകിടക്കുന്ന കപ്പലുകൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം ട്രംപിന്റെ പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപനത്തെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റേത് പ്രോജക്ട് ഫ്രീഡം അല്ലെന്നും പ്രോജക്ട് ഡെഡ് ലോക്ക് ആണ് എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. സമാധാന ചർച്ചകൾക്കുള്ള നീക്കം ഇസ്ലാമാബാദിൽ ഒരു വശത്ത് നടക്കുന്നതിനിടെ ഇത്തരം നടപടികൾ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നതാകുമെന്ന് ഇറാൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. ഇതിന് ട്രംപ് നൽകിയ മറുപടിയും വീണ്ടും അശാന്തിയിലേക്ക് മിഴി തുറക്കുന്നതാണ്. പ്രോജക്ട് ഫ്രീഡം ദൗത്യത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ഇറാൻ എന്ന രാജ്യം തന്നെ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിനായി വേണ്ടി വന്നാൽ ലോകമെമ്പാടുമുള്ള US സൈനിക താവളങ്ങളിലെ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുമെന്നും ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷത്തിന്റെ പുതിയ രൂപം തുറക്കുകയാണോ പശ്ചിമേഷ്യൻ മേഖലയിൽ എന്ന ആശങ്കയാണ് ഇതോടൊപ്പം ശക്തമാകുന്നത്. ഈ വാക്പോര് നിലനിൽക്കെ തന്നെ അമേരിക്കയും മറ്റൊരു അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രോജക്ട് ഫ്രീഡത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ നിരവധി കപ്പലുകൾക്ക് US നാവികസേന സുരക്ഷാ സഹായം നൽകിയെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇറാന്റെ ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും അമേരിക്കൻ സേന ഫലപ്രദമായി പ്രതിരോധിച്ചതായും 6 ഇറാനിയൻ ബോട്ടുകൾ തകർത്തതായും US നാവികസേന അവകാശപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിൽ ഇറാൻ തടഞ്ഞു എന്ന അവകാശവാദത്തിനൊപ്പം തന്നെയാണ് അമേരിക്കയും ഇത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണും ടെഹ്റാനും ചർച്ചകൾക്ക് ശ്രമിച്ചുവെങ്കിലും ഇതുവരെ ഒരു കരാറിലെത്തിയിട്ടില്ല. ഇറാനിൽ നിന്നുള്ള സമീപകാല വാഗ്ദാനങ്ങളിൽ താൻ തൃപ്തനല്ല എന്നാണ് ട്രംപ് ഈ ആഴ്ചയുടെ തുടക്കത്തിലും പറഞ്ഞത്. വെള്ളിയാഴ്ച ട്രംപ് അമേരിക്കൻ കോൺഗ്രസിനോട് പറഞ്ഞത് ഇറാനുമായുള്ള ശത്രുത അവസാനിച്ചു എന്നായിരുന്നു. 1973-ലെ യുദ്ധശക്തി പ്രമേയപ്രകാരം ഇറാനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ സൈനിക ബലപ്രയോഗം അംഗീകരിക്കാനോ കോൺഗ്രസ് നിയമസഭാംഗങ്ങളോട് ആവശ്യപ്പെടാനുള്ള സമയപരിധി സംബന്ധിച്ചായിരുന്നു ട്രംപിന്റെ അവകാശവാദം. 30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുള്ള 14 നിർദ്ദേശമാണ് ഇറാൻ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് നൽകിയിരുന്നത്.
അമേരിക്ക 60 ദിവസത്തെ വെടിനിർത്തലാണ് നിർദ്ദേശിച്ചത് എന്ന് ഓർക്കണം. ലെബനനിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. വെറും വെടിനിർത്തലല്ല, മറിച്ച് യുദ്ധത്തിന്റെ പൂർണ്ണമായ അന്ത്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനെ ചുറ്റിയുള്ള മേഖലകളിൽ നിന്ന് US സൈനിക സേനയെ പിൻവലിക്കണമെന്നും ഭാവിയിൽ സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണമെന്നും നിർദ്ദേശത്തിലുണ്ട്. മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ മോചിപ്പിക്കുക, രാജ്യാന്തര ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക, യുദ്ധ നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് സാമ്പത്തിക വ്യവസ്ഥകൾ. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കും നിയന്ത്രണത്തിനും പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. നയതന്ത്രത്തിന്റെ പാതയോ ഏറ്റുമുട്ടൽ സമീപനത്തിന്റെ തുടർച്ചയോ തിരഞ്ഞെടുക്കാനുള്ള പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ് എന്നായിരുന്നു ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരിബാബാദി പറഞ്ഞത്. പക്ഷേ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞ ട്രംപ് ഒടുവിൽ എല്ലാ നിർദ്ദേശവും തള്ളി. കഴിഞ്ഞ 47 വർഷമായി അവർ ലോകത്തോട് ചെയ്ത ക്രൂരതകൾക്ക് ഇതുവരെ വലിയ വില നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാൻ ഒരു കരാറിനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ നേതൃത്വം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നാണ് ട്രംപിന്റെ പക്ഷം. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഭാവിയിൽ ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള ഒരു പഴുതും കരാറിലുണ്ടാകാൻ പാടില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതിസന്ധി തുടരുമെന്നാണ് ട്രംപിന്റെ ഈ വാക്കുകൾ നൽകുന്ന സൂചന. ഇറാനെ ഇനിയും ആക്രമിച്ചാൽ തിരിച്ചടി നീണ്ടതും വേദനാജനകവുമായിരിക്കുമെന്ന് റവല്യൂഷണറി ഗാർഡ് US-ന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അമേരിക്കക്കാർ നടത്തുന്ന ഏത് വിഡ്ഢിത്തം നിറഞ്ഞ സാഹസികതയെയും നേരിടാൻ സൈന്യം സജ്ജമാണ് എന്നും ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യുറേനിയം ശേഖരം ഉപേക്ഷിക്കണമെന്ന US-ന്റെ ആവശ്യം തള്ളിയ ഇറാൻ ആണവ വിഷയങ്ങളിലെ ചർച്ചകൾ പിന്നീടാകാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആണവ പദ്ധതി സമാധാനപരമാണ് എന്നും ഉപരോധം പിൻവലിച്ചാൽ ആണവ പദ്ധതികളെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നും ഇറാൻ പറയുന്നുണ്ട്. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കണമെങ്കിൽ അമേരിക്ക തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. യുദ്ധത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാതെ ഇരുപക്ഷവും സമാധാനത്തിനായുള്ള അന്വേഷണത്തിലാണ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ആ പ്രതിസന്ധി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നും എന്നാൽ തെറ്റായ കണക്കുകൂട്ടലുകളുടെ അപകട സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ആ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് ഇറാനും അമേരിക്കയും തിരിച്ചു പോകുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇത് ഇറാൻ US സാഹചര്യമായി മാത്രം കാണരുത് എന്നും ആഗോള വ്യാപാരത്തിനും സ്ഥിരതയ്ക്കുമുണ്ടാക്കുന്ന അനന്തരഫലങ്ങൾ വളരെ വലുതാണ് എന്നത് ശ്രദ്ധിക്കണമെന്നും റിസ്ക് സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നുണ്ട്. ട്രംപിന്റെ അഹങ്കാരമായിരിക്കാം കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് സെന്റർ ഫോർ ഇന്റർനാഷണൽ പോളിസിയിലെ സീനിയർ ഫെലോ നിഗർ മൊർട്ടാസാവി പറയുന്നുണ്ട്. ഇറാൻ അവരുടെ നിർദ്ദേശം ഭേദഗതി ചെയ്ത് വീണ്ടും സമർപ്പിച്ചുകൊണ്ട് സമാധാനത്തിനുള്ള സത്യസന്ധമായ നിലപാട് വ്യക്തമാക്കുന്നു. ട്രംപും യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അഹങ്കാരം ആ ചിന്തയെ തടയുന്നു. സമ്പൂർണ്ണ വിജയിയാകാൻ ട്രംപ് ആഗ്രഹിക്കുന്നു. ഇറാൻ കീഴടങ്ങണമെന്ന് ട്രംപിന് ആഗ്രഹമുണ്ട്. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങാൻ പോകുന്നില്ല എന്ന് വൈറ്റ് ഹൗസ് എത്രയും വേഗം മനസ്സിലാക്കുന്നുവോ അത്രയും വേഗം സമാധാനത്തിലേക്ക് നീങ്ങാൻ കഴിയും എന്നാണ് നിഗർ മൊർട്ടാസാവി പറയുന്നത്.